ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ക്രീം ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു ക്രീം ബണ്ണ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ബണ്ണ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെക്കുക. എന്നിട്ട് ആ മാവ് പൊങ്ങി വരുമ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബണ്ണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ബണ്ണ് തണുത്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ളൊരു ക്രീമും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബണ്ണ് ഉണ്ടാക്കാനുള്ള മാവ് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 7-8 ബണ്ണ് നമുക്ക് കിട്ടാവുന്ന രീതിക്കുള്ള മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു ചെറിയ പാത്രത്തിലേക്ക് 3/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. പാലിന് കുറച്ച് ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് വേഗം പൊങ്ങി വന്നോളുമല്ലോ. അപ്പോൾ കുറച്ച് ചൂടുള്ള പാല് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് പുതിയതായിരിക്കണേ, ഒരുപാട് പഴയതായിരിക്കരുത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് അളന്നെടുക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവങ്ങ് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ചൊഴിക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴയ്ക്കണേ. പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ലൂസാക്കിയിട്ട് കുഴയ്ക്കുക. എല്ലാം നനയുന്ന രീതിയിൽ, പൊടിയൊക്കെ നനയുന്ന രീതിയിൽ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിലിട്ടിട്ട് കുഴച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് വലിച്ച് നീട്ടി കുഴച്ചെടുക്കണം. എന്നിട്ട് ഈ മാവ് നല്ലോണം സോഫ്റ്റാക്കി എടുക്കണം. മാവ് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബട്ടർ ബണ്ണല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബണ്ണ് ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ആ എണ്ണ കുറച്ചൊന്ന് ഈ കൗണ്ടർ ടോപ്പിലേക്ക് തേച്ച് കൊടുത്താൽ മതിയേ. ഈ മാവ് നല്ല പദമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ഉണ്ടാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ മുഴുവനും ചേർക്കണമെന്നില്ല കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് കുറച്ച് എടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ വലിച്ചു നീട്ടി കുഴക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കയ്യിലൊട്ടാത്ത വിധത്തിൽ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പദമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിരുന്ന ബൗളിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ബട്ടർ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബൺ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊന്ന് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഈ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവിൻ്റെ മുകൾ ഭാഗവും ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ തേക്കാം, അല്ലെങ്കിൽ എണ്ണയോ തേച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാം. നനഞ്ഞ തുണി എന്ന് പറയുമ്പോൾ തുണിയൊന്ന് നനച്ച് പിഴിഞ്ഞിട്ട് ഈ മാവിൽ തട്ടാത്ത വിധത്തിൽ ഈ പാത്രം ഒന്ന് മൂടി വെച്ചാൽ മതി. അതല്ലെങ്കിൽ വെറുതെ പ്ലേറ്റ് വെച്ചിട്ട് മൂടി വെച്ചാലും മതി. അതല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ മൂടി വെച്ചാലും മതി കേട്ടോ. ഇനി ഇത് പൊങ്ങാനായിട്ട് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ തണുപ്പായതുകൊണ്ടൊരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ പൊങ്ങി വരാൻ. അല്ലെങ്കിൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ മതിയാകും പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് ചെറിയ ബോളാക്കിയിട്ടൊരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് പദമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് ഇതുപോലെ ഒന്ന് നീട്ടി പിടിച്ചിട്ട് നമ്മുടെ ഇടത്തെ കൈൻ്റെ 2 വിരലിൻ്റെ ഉള്ളിലേക്കും വെക്കുക. എന്നിട്ട് വലത്തെ കൈൻ്റെ വലിയ വിരലും കൊണ്ട് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇടത്തെ കൈൻ്റെ 2 വിരലും കൊണ്ട് അമർത്തിയിട്ട് മുറിക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. അധികം എയർ ബബിൾസ് ഒന്നും കുടുങ്ങാതെ ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ ബണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അധികം ഓട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വാങ്ങുന്ന ബണ്ണിലും ബ്രെഡിലൊക്കെ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഹോൾസ് ഉണ്ടാവുമല്ലോ വലിയ. അതുപോലെ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇതേപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് എടുക്കാൻ എളുപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ കുറച്ച് എണ്ണയും തടവിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഇത്രയും മാവിൽ നിന്ന് നമ്മളൊരു 7 ബോൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും വലിപ്പം വേണ്ടെന്നാണെങ്കിൽ ഒരു 8-9 ബണ്ണ് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 8-9 ബോൾസ് ഇതുപോലെ മുറിച്ച് വെച്ചാൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് എണ്ണ തടവി വെക്കുന്നുണ്ട്. എണ്ണയോ ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളിപ്പോൾ നനഞ്ഞ തുണി പിഴിഞ്ഞിട്ടാണല്ലോ വെക്കുന്നത്.
അപ്പോൾ ഈ ഒരു തുണി മാവിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചട്ടകോ കയ്യിലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് തുണി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ തുണി മാവിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഷേപ്പുള്ള ബൺ ഉണ്ടാക്കാൻ പറ്റില്ല. തുണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടാം, ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മൂടാം. അതും അല്ലെങ്കിൽ ഈ മാവിലേക്ക് മുട്ടാത്ത രീതിയിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതിയേ. മാവ് ഡ്രൈ ആയി പോകരുതെന്ന് മാത്രം. ഇനി നമുക്കിതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി വെക്കണം. ഒരു പാത്രത്തിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പുള്ള ബട്ടർ എടുക്കരുത് കേട്ടോ. പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതുകൊണ്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പ് നമുക്ക് ക്രീം ആക്കി വരുമ്പോഴേക്കും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തത്. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതാണ്. ഇതൊന്ന് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ നമ്മളെ ബീറ്റർ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല ക്രീമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിയണം കേട്ടോ, തരിയില്ലാതെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അതും കൂടെ ഈ ഒരു ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. ഒരു 4-5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീം നമുക്ക് ബണ്ണിലേക്ക് തേക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ക്രീം ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിലേക്ക് തേക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ മാവ് ചെറിയ ബോളാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ചീൻചട്ടി അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പം ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മീഡിയം ചൂടുള്ള എണ്ണയിലേക്കായിരുന്നു മാവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു അരിപ്പത്തവി വെച്ചിട്ട് കോരിയാണ്. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കാം, എണ്ണയൊന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ഈ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ എണ്ണേൻ്റെ ചൂട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അധികം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം ഇത്രയും വലിപ്പമുള്ള ബോൾസ് അല്ലേ, അത് നമ്മൾ പെട്ടെന്ന് തന്നെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. ഉള്ളിലേക്ക് വേവാതെ മൈദ അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ എണ്ണ പാകത്തിന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. അധികം തീ കുറഞ്ഞു ഇരിക്കരുത്, എന്നാൽ അധികം തീ കൂടി ഇരിക്കരുത്. മീഡിയത്തിലേക്ക് ബർണർ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ ബോൾ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നും ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇട്ടപാട് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാം. എല്ലാ ബണ്ണും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറണം. എന്നിട്ട് വേണം നമുക്ക് ക്രീം വെച്ച് കൊടുക്കാൻ. കാരണം ക്രീം ഈ ചൂടുള്ള ബണ്ണിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുമല്ലോ, മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ബണ്ണൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇതിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെക്കണേ. ഇപ്പോൾ ബണ്ണ് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ഇതുപോലെ നടുക്ക് കൂടി ഒന്ന് മുറിച്ച് കൊടുക്കാം. മുഴുവനും മുറിച്ച് 2 കഷ്ണമാക്കരുത്. 3/4 ഭാഗത്തിനേക്കാളും കൂടുതൽ മുറിക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഇതേപോലെ ക്രീം അങ്ങ് തേച്ച് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ക്രീം തേക്കാം കേട്ടോ. ചിലപ്പോൾ അധികം മധുരം ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ലെയറായിട്ട് വെച്ചാൽ മതി. ഇനി അതെല്ലാം ക്രീം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ അധികം എടുത്തിട്ട് വെക്കാം. നല്ലോണം ക്രീം തേക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീം ഇത്ര എണ്ണത്തിന് പാകമായിരിക്കും കേട്ടോ. ചെറിയ ലെയറാണ് വെക്കുന്നതെങ്കിൽ ക്രീം ബാക്കിയാവുമേ. ഇതേപോലെ തന്നെ എല്ലാ ബണ്ണും മുറിച്ചിട്ട് അതിനുള്ളിലേക്ക് ക്രീം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബണ്ണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ക്രീം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബണ്ണ് വെറുതെ തന്നെ കഴിക്കാൻ തന്നെ നല്ലതാണ്. പിന്നെ ക്രീമും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ്. അപ്പോൾ ക്രീം ബണ്ണ് ഇഷ്ടമുള്ളവർ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവധിയുള്ള ദിവസം അതല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അവർക്ക് എന്തായാലും ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ.
അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.